സംസ്ഥാനത്തെ ബ്രൂവറി വിഷയം വലിയ ചർച്ചയാകുമ്പോൾ ചേർത്തലയിലെ മാക്ഡവൽ കമ്പനി പുനരാരംഭിക്കാൻ കഴിയുമോ എന്ന ചർച്ചയും സജീവതയിലേക്ക് നീങ്ങുന്നു. ഒരു കാലത്ത് സംസ്ഥാനത്തെ മദ്യ ഉൽപ്പാദനത്തിൽ 50% ഉൽപ്പാദിപ്പിച്ചിരുന്നത് മാക്ഡവൽ കമ്പനിയിലാണ്. 2018 കമ്പനി അടച്ചത്. ശ്യാം ഗാംഗുലി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു കാലത്ത് കേരളത്തിലെ 50%-ലധികം മദ്യ ഉൽപ്പാദനത്തിൽ കാര്യമായ പങ്കുവഹിച്ച സ്ഥാപനമാണ് ചേർത്തല വാരനാട് യുണൈറ്റഡ് സ്പിരിറ്റ്സ്. പാലക്കാട് ഇലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയം ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കുമ്പോൾ വാരനാട് നിവാസികൾക്ക് വാരനാട് മാക്ഡവൽസ് അഥവാ യുണൈറ്റഡ് സ്പിരിറ്റ്സിനെ ഉപേക്ഷിച്ചോ എന്നാണ് ചോദിക്കാനുള്ളത്. നാട്ടുകാരെന്നുള്ള നിലയിൽ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം, മദ്യ സ്ഥാപനമാണ് കേരളത്തിൽ ഏറ്റവും വലിയൊരു മദ്യശാലയായിരുന്നത്. ഇത് വിജയ് മല്ലയ്യയുടെ അച്ഛൻ വിത്തൽ മല്ലയ്യ കൊണ്ടുവന്നതാണ്. അദ്ദേഹം ഗൗരിയമ്മയുടെ ഭരണകാലത്ത് 57 ഇവിടെ കൊണ്ടുവന്ന് തറക്കല്ലിട്ട് 63 ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. അന്ന് മുതൽ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് മുമ്പ് വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ വരുമാനം, നല്ല രീതിയിൽ ശമ്പളം കൊടുത്തിരുന്ന സ്ഥാപനമാണ്. ഇത് എന്തോ പ്രത്യേക സാഹചര്യത്തിൽ അടച്ചുപോയി. അത് വീണ്ടും വന്നാൽ നന്നായിരിക്കും. സംസ്ഥാനത്ത് ബ്രൂവറി വിഷയം കത്തിക്കയറുമ്പോൾ ചേർത്തലയിൽ 7 വർഷം മുമ്പ് നിലച്ച മദ്യോത്പാദനം പുനരാരംഭിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന കമ്പനി എന്ന് മാത്രമല്ല, ഇത് സർക്കാർ വക വാട്ടഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇവിടെ ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ ഈ പഞ്ചായത്തിലെ ജനങ്ങളും നാട്ടുകാരും എല്ലാവരും തന്നെ തയ്യാറായി നിൽക്കുകയും എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ കമ്പനിക്ക് ഇവിടെ തുടങ്ങാനുള്ളതുണ്ട്. അതായത് ഇവിടുത്തെ വെള്ളമാണെങ്കിൽ ജലലഭ്യതയിൽ ഏറ്റവും കൂടുതൽ ജലം ലഭ്യമാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കമ്പനി നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ജലത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളില്ല. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളപ്പോൾ അത് പ്രയോജനപ്പെടുത്താതെ ഗവൺമെൻറ് മറ്റ് സ്ഥലങ്ങളിൽ പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ 2 പഞ്ചായത്തുകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് അവിടെ ജലലഭ്യത ഇല്ലെന്ന് ഉറപ്പ് ഉണ്ടായിട്ട് പോലും അത്തരം സ്ഥലങ്ങളിൽ ഒരു വ്യവസായം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ചേർത്തലയിൽ ഒരു വ്യവസായം സ്ഥാപിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു കാലത്ത് സംസ്ഥാനത്തിൻ്റെ ഉപയോഗിച്ച മദ്യത്തിൻ്റെ 50% ഉൽപ്പാദിപ്പിച്ച വാരനാട് മാക്ഡവൽ കമ്പനിയിൽ 2018 മദ്യ ഉൽപ്പാദനം നിലച്ചത്. പിന്നീട് ബിയർ ഉൽപ്പാദനം 2020 വരെ തുടർന്നെങ്കിലും അതും നിർത്തി. 1000-ലധികം പേർക്ക് നേരിട്ടും 500 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിച്ചിരുന്ന യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ ഉൽപ്പാദനം നിലച്ചെങ്കിലും 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. 1961 മുതൽ ചേർത്തലയുടെ സാമ്പത്തിക മേഖലയിൽ നിർണായകമായിരുന്നു ഈ സ്ഥാപനം. അവസാന കാലത്ത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്നും യുണൈറ്റഡ് ബ്രൂവറീസ് എന്നും പേരുമാറ്റിയിരുന്നു. ഒട്ടേറെ അനുബന്ധ സ്ഥാപനങ്ങളും വാരനാട്ടും ചേർത്തലയിലെ വിവിധ മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു. ഉൽപ്പാദന ചെലവ് ഉയർന്നതും തൊഴിലാളി പ്രശ്നങ്ങൾ ഉയർത്തിയുമാണ് അവസാന ഉടമയായ ഡിയാജിയോ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിയത്. രാജ്യത്തെ പ്രമുഖ മദ്യവ്യവസായിയായ വിഠൽ മല്യയാണ് വാരനാട് മാക്ഡവൽ തുടങ്ങിയത്. 1957 മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ മുൻകൈയെടുത്താണ് സർക്കാരിൻ്റെ 18 ഏക്കർ സ്ഥലം പാട്ടത്തിന് കൊടുത്ത വ്യവസായം തുടങ്ങിയത്. 61 ഉൽപ്പാദനം തുടങ്ങി വിഠൽ മല്യയ്ക്ക് ശേഷം മകൻ വിജയ് മല്യ കമ്പനി ഏറ്റെടുത്ു. 77 ബിയർ ഉൽപ്പാദനവും തുടങ്ങി. പ്രതിമാസം 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ കേസ് മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നു. 1.5 ലക്ഷം കേസ് ബിയറും ഉൽപ്പാദിപ്പിച്ചിരുന്നു. 2015 മല്യയിൽ നിന്ന് സ്ഥാപനം ഇംഗ്ലീഷ് കമ്പനിയായ ഡിയാജിയോ സ്വന്തമാക്കി. അതിനുശേഷമാണ് പ്രവർത്തനം നിലച്ചത്. കേരളത്തിലുണ്ടാക്കിയിരുന്നതിൻ്റെ ഒരു 90% ഈ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ്. ഇത് വിജയ് മല്ലയ്യയുടെ അച്ഛൻ വിട്ടാൾ മല്ലയ്യ സാറിൻ്റെ ആയിരുന്നല്ലോ കമ്പനി. അദ്ദേഹത്തിൻ്റെ മദർ പ്ലാന്റാണിത്. ഈ മാക്ഡവൽ ആദ്യത്തെ സ്ഥാപനം ഇത്. അതിൽ കുറച്ച് സർക്കാരിൻ്റെ ഭൂമിയുണ്ട്, പിന്നെ ബാക്കി അവർ വിലയ്ക്ക് വാങ്ങിയതുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മിഷനറികൾ മാത്രം സ്ഥാപിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് കാടുകൾ വെട്ടിത്തെളിക്കുക, ബിൽഡിങ്ങുകൾ ധാരാളമുണ്ട്. ആർക്ക് വന്നാലും വെയിറ്റ് ചെയ്യാനും എന്തിനുള്ള എല്ലാ സൗകര്യങ്ങളും, ഓഫീസുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ തന്നെയല്ല, പിന്നെ ഈ നാട്ടിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിലാളികൾ ആവശ്യത്തിന് കിട്ടും. മദ്യോൽപാദനശാലയിലെ ഉപകരണങ്ങളടക്കം വിറ്റു. ബിയർ ശാലയിലേതാ ഇപ്പോഴുമുണ്ട്. 18 ഏക്കറിലധികമുള്ള സ്ഥലവും കെട്ടിടങ്ങളുമെല്ലാം കാട് കയറി കിടക്കുകയാണ്. കെട്ടിടങ്ങൾ പലതും തകർന്നു തുടങ്ങി. പുറത്ത് പ്രവർത്തിച്ചിരുന്ന അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടി. ഉൽപ്പാദനം നിലച്ച സാഹചര്യത്തിൽ പാട്ടസ്ഥലം ഒഴിഞ്ഞു നൽകാൻ സർക്കാർ കമ്പനിക്ക് നോട്ടീസ് നൽകിയെങ്കിലും അവർ തടസ്സവാദം ഉയർത്തിയതോടെ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ സർക്കാർ ഇടപെട്ട മദ്യനിർമ്മാണം തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളത്തിന്റെ പ്രതിസന്ധി ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതും ഗുണകരമാകുമെന്നാണ് നാട്ടുകാരും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത്. ഇപ്പം കച്ചവടമൊക്കെ ഒന്നുമില്ല. കമ്പനി ഉണ്ടായിരുന്നപ്പോൾ കച്ചവടം ഉണ്ടായിരുന്നു, ആളൊക്കെ ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു, ഒക്കെ വരുമായിരുന്നു, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പണിക്കാരും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ശുദ്ധജല സ്രോതസ്സും കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ വാരനാട് മാക്ഡവൽസിനെ പരിഗണിക്കാത്തത് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം.
ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ ഉന്മേഷ് കോട്ടയത്തിനൊപ്പം ശ്യാം, ടൈം ന്യൂസ്, ആലപ്പുഴ.